രാമേന്ദ്രൻ, അതിവിചിത്രമായ ഒരു ക്ലാസിഫൈഡ് പരസ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനതൊന്ന് വായിക്കാം. സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണാടിപ്പറമ്പ്, ചേലേരിമുക്ക്, കാറാട്ട് മെയിൻ റോഡിൽ നിന്ന് 80 കിലോമീറ്റർ സ്ഥലം. 80 മീറ്റർ? ക്ഷമിക്കണം, 80 മീറ്റർ സ്ഥലം ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് വിൽപ്പനയ്ക്ക്. ബ്രാക്കറ്റിൽ മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾ ബന്ധപ്പെടുക, ബ്രോക്കർ വിളിക്കേണ്ടതില്ല. ഒരു ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രത്തിൽ വന്ന ക്ലാസിഫൈഡ് പരസ്യമാണ്. ഇത് കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് സാധാരണഗതിയിൽ ഇങ്ങനൊരു പരസ്യം ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് തന്നെ, കാരണം ഈ പത്രങ്ങളിൽ ഈ പരസ്യ വിഭാഗമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വ്യക്തിഹത്യ നടത്തുന്ന പരസ്യമാണെങ്കിൽ ഇതൊക്കെ സ്കാൻ ചെയ്തിട്ടും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പണം കിട്ടിയാൽ എന്തും ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു പുലബ് എഴുതി വെച്ചിട്ടോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലുമൊക്കെ ചീത്ത, അങ്ങനത്തെയൊക്കെ ഒരു സമൂഹമായി നമ്മൾ വരികയാണല്ലോ. ഭയങ്കര വെറുപ്പ്, വിദ്വേഷം ഒക്കെ പ്രകടിപ്പിക്കുന്നൊരു സമൂഹമാണ്. അങ്ങനത്തെ പരസ്യങ്ങളൊന്നും എന്തായാലും കൊടുക്കുകയില്ല. അതുപോലെ തന്നെ ഒരു വിവേചനവും സ്പർദ്ധയും വെറുപ്പും മതപരമായി ഡിവൈഡ് ചെയ്യുന്നതും, അങ്ങനെ സ്ഥലങ്ങൾ തന്നെ മതപരമായി ഇത് ഞങ്ങളുടേതാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ പരസ്യം കൊടുക്കുമ്പോൾ തന്നെ ഈ മുസ്ലിം ഏരിയയാണ്, മുസ്ലിങ്ങൾ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു പരസ്യം കൊടുക്കുക. അദ്ദേഹത്തിന് തന്നെ സെലക്ഷൻ നടത്താവുന്നതാണല്ലോ. പിന്നീട് ഇതിങ്ങനെ പച്ചയ്ക്ക് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ കണ്ണാടിപ്പറമ്പ്, ചേലേരിമുക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം, കണ്ണൂരിലൊരു കണ്ണാടിപ്പറമ്പുണ്ട്. അതെ, അത് തന്നെ കണ്ണൂരാണിത്. കണ്ണൂരിലെ കണ്ണാടിപ്പറമ്പാണെങ്കിൽ ടൗണിൽ നിന്ന് 5.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒരു നാഗരിക അന്തരീക്ഷമൊക്കെ തന്നെയുള്ള പ്രദേശമായിരിക്കണം ഇത്. കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരിക്കും. ആയിരിക്കും. 5.5 കിലോമീറ്റർ. നാറാത്ത് പഞ്ചായത്തിലാണ്. നാറാത്ത് പഞ്ചായത്തിലാണ്. അവിടെ ഒരു കേരളത്തിലെ ഏറ്റവും പഴക്കവും ചെന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രമുള്ള സ്ഥലമാണത്. ഈ സ്ഥലത്ത് തന്നെ ഈ കണ്ണാടിപ്പറമ്പിൽ ഈ ഡാറ്റ അനുസരിച്ചിട്ട് 13,677 പേരാണ് ഉള്ളത്. അതിൽ 53.37% ഹിന്ദുക്കളാണ് കൂടുതൽ. മുസ്ലിങ്ങൾ 43.53%. മുസ്ലിങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ക്രിസ്ത്യാനികൾ 2.74% ഉള്ളൂ. അപ്പോൾ ക്രിസ്ത്യൻസ് ഒന്നും അവിടെ പോയി മേടിക്കാൻ പോകുന്നില്ല. പക്ഷേ ഹിന്ദുക്കൾ ധാരാളമായിട്ടുള്ള ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് ഒരു മുസ്ലിം ഏരിയ ഉണ്ടെന്നാണ് ഈ പരസ്യത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. അതെ. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലെ പൊതുസ്ഥിതി എന്തായിരിക്കും? ഓരോ പ്രദേശവും ഓരോ ജാതി മത വിഭാഗങ്ങൾക്കായിട്ട് ലാൻഡ് കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ച് വീതിക്കാൻ പറ്റുമോ? അതെ. അങ്ങനെയാണെങ്കിൽ ഈ ബഹുസ്വര സമൂഹം ഒന്നിച്ച് ജീവിക്കുന്ന മഹാ സെക്കുലർ പ്രദേശമാണിത് എന്ന് നമ്മൾ വിശ്വസിക്കുകയും പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതിന് എന്തർത്ഥമാണ്? ഇങ്ങനെ അതായത് ഇപ്പോൾ ഈ മുസ്ലിം ഏരിയ എന്ന് പറഞ്ഞിട്ട് പരസ്യം വന്നു. ഇതൊരു ഹിന്ദു ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദു ആണ് പരസ്യം ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നേനെ കേരളത്തിലെ പുകില്? ഈ പത്രം ആ പരസ്യം ചിലപ്പോൾ കൊടുക്കാൻ തന്നെ മടിക്കും. ആ പത്രം കത്തിക്കില്ലേ അവിടെ? തീർച്ചയായിട്ടും. ഇവിടെ ഈ കപട മതേതരവാദികൾ ധാരാളമില്ലേ? ഈ സാംസ്കാരിക നായകരൊക്കെ ഇല്ലേ? അവരെല്ലാം കൂടി ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. മോഡിയുടെ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഫലമാണെന്ന് വിമർശിക്കാൻ ആദ്യം ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തും. അങ്ങനെയാണെങ്കിൽ ഇത് ഗോവിന്ദൻ്റെ നാടായ കണ്ണൂരിലാണ് ഈ സംഭവം. ഈ പരസ്യത്തിൽ പറയുന്ന സ്ഥലവും പ്രദേശവും എല്ലാം. ഇതിനെപ്പറ്റി CPM എന്തെങ്കിലും പറയുമോ? ഒരക്ഷരവും പറയില്ലോ. കാരണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും പറയും. കാരണം ഇങ്ങനൊരു പരസ്യം ദേശാമാന്യം കൊടുത്താൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമല്ലേ MP ജയരാജൻ ഇത് ഉദ്ഘാടനം ചെയ്തത്, ബോംബ് നിർമ്മാതാക്കൾക്കുള്ള സ്മാരകം. അതിൽ ഗോവിന്ദൻ പോയില്ല. ഗോവിന്ദൻ മുമ്പേ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ മതി, അവർ തീരുമാനിച്ചാണെന്ന്. എന്നിട്ട് അദ്ദേഹം പോകാതെയും ഇരുന്നു. അപ്പോൾ
പാർട്ടിക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, ഇത്തരം പരസ്യങ്ങൾ വരുന്നത്? അല്ല, ഇത് ഹിന്ദുവിൻ്റെ ആയിരുന്നെങ്കിൽ അതിൻ്റെ പഴി മുഴുവൻ ഇപ്പം മോഡി കേൾക്കേണ്ടി വന്നേനെ. നമ്മൾ കണ്ടിട്ടില്ലേ, ആഗ്രയിൽ തെരുവിലൊരു എലി ചത്ത് കിടന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ബഹളം. അതേസമയത്ത് ഈദൃശ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ കണ്ണടയ്ക്കും, കണ്ടില്ലെന്നടിക്കും. നേരെ മറിച്ച് ഇത് മാധ്യമങ്ങൾ ഇത് കണ്ടില്ല എന്ന് അടച്ചല്ലോ, ഒരു മാധ്യമം ഇത് കണ്ടിട്ട് അത് ഒരു ഉളുപ്പുമില്ലാതെ പ്രസിദ്ധീകരിച്ചു. പണം വാങ്ങിയിട്ട് പരസ്യമായിട്ട് അത് പണം വാങ്ങിയാൽ എങ്ങനെയും ചെയ്യാം. ഇന്ന് നാരദ ജയന്തി ദിവസമാണ്. നാരദനാണ് ആദ്യത്തെ പത്രപ്രവർത്തകൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാരദ ഭക്തി സൂത്രങ്ങളിൽ 74, 75, 76 ആ സൂത്രങ്ങളിലൊക്കെ പറയുന്നത് എത്തിക്സിനെ പറ്റിയാണ്. ധർമ്മം, എങ്ങനെയാണ് ധർമ്മം നിർവഹിക്കേണ്ടത് എന്നാണ്, എങ്ങനെയാണ് ആശയവിനിമയം നിർവഹിക്കേണ്ടത്, അങ്ങനെയാണ്. അല്ല, ജനങ്ങളെ ഇങ്ങനെ വിഭജിക്കാനാ തുനിയുന്നവർ, അതിന് ഒത്താശ ചെയ്യുന്നവർ, അതിൻ്റെ പ്രയോജനം പറ്റുന്നവരെല്ലാം കുറ്റവാളികളല്ലേ? അതെ അതെ. അപ്പോൾ ഈ തരത്തിലേക്ക് പോവുകയാണ് ഈ കേരളത്തിൻ്റെ നാളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അത് കമ്മ്യൂണിസ്റ്റ് പ്രിഡോമിനൻ്റായ കണ്ണൂരിലാണ് ഇത് നടന്നത്. ഒരാളും ചോദിക്കാനില്ല. ഇതുപോലൊരു പരസ്യം കേരളം മുഴുവനും പ്രചരിപ്പിക്കുന്നതിന് ആ പത്രത്തിന് യാതൊരു, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഉളുപ്പുമില്ല. ഇത് ഈ മതപ്രീണനത്തിൻ്റെ ബാക്കി പത്രമാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് പരസ്യമായതുകൊണ്ട് മതപ്രീണനം മാത്രമല്ല, ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഏതെങ്കിലും പ്രദേശം ഈ ഇന്ന ആളുകൾ മാത്രം അവിടെ സ്ഥലം വാങ്ങാൻ വന്നാൽ മതി എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കുന്നത് അനുവദിക്കുന്നവനെ അല്ലേ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത്? അങ്ങനെ അനുവദിക്കാൻ പാടുണ്ടോ? കേരളത്തിലിപ്പോൾ 1967 സർക്കാർ അത് പിരിച്ചുവിടുന്നതിന് 1 മാസം മുമ്പാണ് ഒരു ജില്ല തന്നെ പതിച്ചു കൊടുത്തത്, മലപ്പുറം. അവിടെ ജനസംഖ്യ കൂടിയിട്ട് ഇപ്പോൾ തിരൂർ എന്ന് പറഞ്ഞ് വേറൊരു ജില്ലയുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അത് തന്നെ ഒരു ശരിയായ രീതിയല്ല, ഒരു മതവിഭാഗത്തിന് മാത്രം ഒരു ജില്ല എന്നുള്ളത്. ശരിക്കും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചില സ്ഥലങ്ങൾ മുഴുവൻ ചിലർ പതിച്ചെടുക്കുക, ചില മതവിഭാഗങ്ങൾ, വേറെ ആരും വേണ്ടാന്നാം കൂടിയാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ അന്യമത വിദ്വേഷമാണല്ലോ അത്. ഇത് ഞങ്ങൾ മാത്രം മതി എന്ന് പറയുന്നത് വേറെ ആരും വേണ്ടെന്ന് പറയാതെ പറയുകയല്ലേ. അന്യമത വിദ്വേഷത്തിന് പല മുഖങ്ങളുണ്ട്, അതിലൊന്നാണിത്. ഇത് ഞങ്ങളുടേത് മാത്രമായ ഞങ്ങളൊരു ദേശം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള ഉച്ചഭാഷണി വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണല്ലോ ഇത്. അതെ അതെ. അപ്പോൾ നാളെ ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ആ പ്രദേശത്തേക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ഇന്നത് മതി. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അതെ, അതിൻ്റെ മതഗ്രാമം മതഗ്രാമങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് പാർട്ടിയെ കണ്ടുപിടിക്കുന്നതാണ്. അതെ, മതഗ്രാമങ്ങൾ രൂപപ്പെടുന്നു. ഹിന്ദു ഗ്രാമം, ക്രിസ്ത്യൻ ഗ്രാമം, മുസ്ലിം ഗ്രാമം, പാഴ്സി ഗ്രാമം, ഇങ്ങനെ പോവില്ലേ? അത് പോകുമ്പോൾ അതിന് വേറൊരു രാഷ്ട്രീയ മാനവും കൂടി വരും. അവിടെ ഒരു വാർഡ് വരും. അതെ, ആ വാർഡിൽ ഞങ്ങളെ ജയിക്കാവൂ എന്ന് വരും, വേറൊരാൾ മത്സരിക്കരുത് എന്ന് വരും. നമ്മുടെ തന്നെ ഇപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും നോക്കിയാൽ ചില സ്ഥലത്ത് ചില ആളുകൾ മാത്രമേ, ചില മതവിഭാഗങ്ങൾ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അവർക്ക് തിരിച്ച് നമ്മളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം അതാണ്. നിങ്ങൾക്ക് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ദളിതനെ സ്ഥാനാർത്ഥിയാക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. അത് നമ്മളോടല്ല ചോദിക്കേണ്ട, രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടാണ്. അതെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അതിന് മറുപടി പറയട്ടെ. അതെ, അവർക്കൊക്കെയാണ് ഉത്തരവാദിത്തം ഇത്തരം. അതല്ലെങ്കിൽ ഇതിനെ അപലപിക്കണം. അതല്ല എങ്കിൽ ഇത് ചില ആളുകൾ മതരാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ചെറിയ ചുവടുവയ്പ്പാണ്. അതെ, അതിൽ ഒരു വലിയ യാത്രയുടെ ആരംഭം ആദ്യത്തെ ചുവടുവയ്പ്പാണെന്ന് പറയുന്നത് പോലെ ഒരു പ്രദേശത്തെ പതുക്കെ പിടിക്കുന്നത് ഇങ്ങനെയാണ്. അതെ, അതായത് യുദ്ധമൊന്നും ഇല്ലാതെ പിടിച്ചടക്കുന്നതാണിത്. അതെ അതെ, ഇത് ഒരു തരം അധിനിവേശമാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള അല്ലേ? അതെ, സബ്ജുഗേഷൻ. അതെ,
കാരണം ആ സ്ഥലത്ത് വേറെ മതവിഭാഗങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഞങ്ങൾ പതുക്കെ പതുക്കെ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ സ്ഥലം നമ്മൾ പിടിക്കുന്നു, എന്താണ് കണ്ണാടിപ്പറമ്പോ, അത് കഴിഞ്ഞാൽ അയൽ സ്ഥലം, പിന്നെ ഒരു ദേശം, പിന്നെ നമ്മുടെ MLA, നമ്മുടെ കൗൺസിലർ. അതെ, ദേശസ്നേഹികളുണ്ടെങ്കിൽ, മനുഷ്യപക്ഷത്ത് ആരെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുളയിലേ നുള്ളേണ്ട ഒരു കാര്യം എന്ന് തോന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉയരാൻ പോകുന്ന കൊടി, ഉയരാൻ പോകുന്ന സ്ഥാപനങ്ങൾ, മന്ത്രങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. പള്ളി, ഇതൊക്കെയാണല്ലോ ഒരു വലിയ കാഴ്ചപ്പാടും. ഇങ്ങനത്തെ ഒരു വലിയ കാഴ്ചപ്പാടും കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ വലിയ എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് സ്ഥലം വിൽക്കുന്നു, പിന്നെ സ്ഥാപനങ്ങൾ വരുന്നു, പിന്നെ പതുക്കെ പതുക്കെ അവരുടെ ചിഹ്നങ്ങൾ വരുന്നു, ആരാധനാലയങ്ങൾ വരുന്നു, വിദ്യാലയങ്ങൾ വരുന്നു, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, ജീവിതായോധന വ്യവസ്ഥകളെല്ലാം അങ്ങനെ സെപ്പറേറ്റിസം. ഇത് സെപ്പറേറ്റിസമാണ്, വിഘടനവാദം അല്ലേ? അതെ അതെ. മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ കാണുന്ന പരസ്യമാണ്. ഇതിനു മുമ്പും ഇങ്ങനെ വന്നിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും അവരുടേതായ പത്രങ്ങളിൽ വേറെ പരസ്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ടാകാം. പരസ്യമല്ലാതെ തന്നെ വേറെ തരത്തിലുള്ള ഇത്തരം മൂവ്മെന്റ് നടക്കുന്നുണ്ട്. മഹല്ല് വഴിയൊക്കെ ചെയ്യുന്നുണ്ടാവും. പരിചയമുള്ള ബന്ധുക്കൾക്ക് കൊടുക്കാം, അതെ അതെ, അയൽക്കാർക്ക് കൊടുക്കാം, റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾ വഴിയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങൾ സാമൂഹ്യ മനസാക്ഷിയുള്ളവർ ശ്രദ്ധിക്കണം. ആ പത്രം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും നിർവഹിക്കാതെ വേണ്ടത്ര ആലോചനയില്ലാതെ 4 പൈസ എവിടുന്നെങ്കിലും വരുമെങ്കിൽ എന്ത് ധർമ്മവും മറക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം ഏത് പാതാളത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. ശരി, എന്തായാലും ഇങ്ങനൊരു പരസ്യം ഒരു ഉറക്ക ചിന്തയ്ക്കും കൂടി വഴിവെച്ചു. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.